നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് സുവിശേഷത്തിൻ്റെ കാതൽ എന്നറിയുന്ന ക്ഷമ. ഈ ക്ഷമ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസരത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ഭാണ്ഡവും ചുമന്നുകൊണ്ട് നടക്കുക. ഈ ഭാണ്ഡത്തിൽ നിറയെ ചീഞ്ഞ ഉരുളക്കിഴങ്ങുകളാണ്. അപ്പോൾ ആർക്കും ഇദ്ദേഹത്തോട് അടുക്കാൻ പോലും പറ്റത്തില്ല, കാരണം വല്ലാതെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ ഈ ചീഞ്ഞ സാധനങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, ഇത് മുഴുവൻ എനിക്ക് ക്ഷമിക്കാനുള്ള ആളുകളുടെ പേരുകളാണ്. അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ ഈ ഭാണ്ഡം ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ ഒരാളോട് ക്ഷമിക്കാതെ പോകുന്ന സമയത്ത് നമ്മുടെ ഹൃദയവും ഇതുപോലെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. കർത്താവ് നമ്മളോട് എങ്ങനെയാണ് ക്ഷമിച്ചത്? കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മളെ വേദനിപ്പിച്ചവർ വിട്ടുകൊടുക്കണം. നമ്മൾ നമ്മുടെ കുമ്പസാരത്തിൽ അത് പറഞ്ഞ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളോട് ക്ഷമിക്കാനുള്ള ആളുകളോട് ദയ കാണിക്കുന്നതല്ല, അതിലുപരിയായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സ്വതന്ത്രമാക്കുക ചെയ്യുന്നത്. അതുവഴി നമുക്ക് നഷ്ടപ്പെട്ട ആ സമാധാനം തിരിച്ചു കിട്ടുകയും ചെയ്യും.